എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷെ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും. മുതൽ ഞാൻ ഭയങ്കര സങ്കടത്തിലും ടെൻഷനിലുമാണ്. സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പം ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്ത് തന്നെയാണോടാ പോകുന്നത്. അവൾ ആകെ മാറിപ്പോയി. ആള് മാറിയതൊന്നുമല്ല, ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് സുന്ദരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണുവേ. ഗൈസ്, അങ്ങനെ ഞാൻ നാട്ടിലെത്തിയതാ. ഇച്ചിരി ചോറുണ്ട്. ആരടാ അവളൊന്ന്? ഓഹോ, കച്ചവടം തുറക്കുന്നതിന് മുമ്പ് പെൺപാണിപ്പ് തുടങ്ങിയല്ലടാ. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ നാട്ടിലെത്തിയതാ. ഇച്ചിരി ചോറുണ്ട്. സെപ്റ്റി ടാങ്ക് എന്നൊക്കെ വിളിച്ച പ്രതികരിക്കാതിരിക്കുവോ? അന്ന് ആ ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. ടൈം ഉള്ള പോലെ സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് എന്റെ അപ്പൻ തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുക. ഒന്ന് സൗജന്യമായിട്ട് വേണമെന്നില്ല സക്കീർ ഭായി. ദാ ഈ കൈ ഇങ്ങനെ എന്റെ കയ്യിലൊന്ന് വെച്ച് തന്നാ മതി. ഈ കൊച്ചിയിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് തന്നാ മതി. ചെയ്യുക. അപ്പൊ ഒരുപാട് ഇഷ്ടത്തോടെ സോ ലവ് യു സോ മച്ച്. തോന്നുന്നത് എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുക. ഇതൊക്കെ സമ്മതിക്കണം, പറഞ്ഞ് സമ്മതിപ്പിക്കണം സക്കീർ ഭായി. പ്ലീസ് വിൽ ഗെറ്റ് യുവർ പ്രൈസ്. അതിങ്ങനെ കോടികളായിട്ട് ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. ടു യുവർ കോഫേഴ്സ്. ഹായ്, ഹലോ. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സക്കീർ ഭായി. നിങ്ങൾക്ക് എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ആദ്യം വന്ന പോലല്ലോ, കുറച്ച് ചേഞ്ച് ആയില്ലേ, കുറച്ച് ഏജ് ഒക്കെ കുറഞ്ഞ പോലെ തോന്നുന്നില്ല. അതുകൊണ്ടാണ് യൂത്ത് വരുന്നത്. ആദ്യം അമ്മച്ചായിട്ടല്ല ഞാൻ വന്നത്. കുറഞ്ഞ് ഏജ് കുറഞ്ഞോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബട്ട് ഐ ക്യാൻ കൂട്ടിക്കൊടുക്കാം, കുതികാലി വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. പിഴിഞ്ഞെടുക്കുമല്ലേ ദാസേട്ടന്റെ എന്റെ ചാന്തുകുടഞ്ഞ സൂര്യമരത്തിലെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ബൊറാമൻ. എന്തിനാ അങ്ങനെ കാണിക്കുന്നത്? ഭയങ്കരമായിട്ട് ഞെക്കി പിഴിഞ്ഞ് നീരൊക്കെ എടുക്കുന്ന പോലെയാണ് അവന്മാര് കാണിക്കണം. അങ്ങനെ ബൈ 19-ാം വയസ്സിൽ പാർട്ടി ഓഫീസിൽ ഓഫീസ് ബോയ് എന്ന ഓമന പേരിൽ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോ ഇടുപ്പിൽ ഒരു കൊച്ചു പിച്ചാത്തിയുടെ ബലം പോലും ഇല്ലായിരുന്നു ഈ ബലരാമന്. കാലിന്റെ വീഡിയോസ് ഇട് ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവര് പറഞ്ഞോണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ചില ബ്ലോഗേഴ്സ് എടുത്ത് ഇടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രൊമോഷനാണ്. അതൊക്കെ നല്ല കാലല്ലേ. പക്ഷെ 23-ാം വയസ്സിൽ ഹൈക്കമാൻഡിനെ പ്രസാദിപ്പിച്ച ഒരു സീറ്റ് തരമാക്കിയെടുത്ത് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് ജയിച്ചു കയറുമ്പോ ഐ വാസ് സ്ട്രോങ് സക്കീർ ഭായ്. കുശുമ്പം തന്നെ പറ. കുശുമ്പ് അസൂയക്ക് മരുന്നില്ല മക്കളെ, മരുന്നില്ല. അപ്പൊ ഇവളെ കണ്ടിട്ട് പല്ലി തന്നെ എന്നെ വിളിക്കണേ. ഇതേ പല്ലി എലി. ഇന്നലെ ഒരു സാധനം ഇറങ്ങിയത് മറ്റേ കടൽ കുതിര മുഖം. ഓപ്പൺ ഹാർട്ട് സർജറിയുടെ തഴമ്പ് വീണ നെഞ്ചു തടവി എഴുന്നേക്കുമ്പോ ഉത്തരാഞ്ചൽ പറഞ്ഞെന്താണെന്ന് അറിയുമോ സക്കീർ ഭായിക്ക്? യു ഹാവ് എ സ്ട്രോങ് ഹാർട്ട് യങ് മാൻ. You will lead this poor nation one day. സത്യം പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ഒരുപാട് വഴികളിലൂടെ തന്നെയാണ് കഷ്ടപ്പാടും അതുപോലെ തെറിവിളികളും എല്ലാം സ്വീകരിച്ചിട്ട് തന്നെയാണ്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്താ പറയുക, ഇതെല്ലാം കേൾക്കണമെങ്കിൽ എന്താ പറയുക, അതൊരു വിധിയാണെന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. ആ ഒരു വിധി തുടങ്ങി വെച്ചത് സുധിച്ചേട്ടൻ്റെ മരണത്തെ തുടർന്നാണ്. സോ ആ വിധി ഞാൻ സ്വീകരിക്കുന്നു. ഇനി നിന്റെ ഈ പുഴുത്ത കയ്യില് കൈവച്ച് കാരണം ഞാൻ അല്ലടാ സക്കീർ ഭായ് കഴിവേറി മോനെ.
പറഞ്ഞില്ലടാ നീ നിന്നെ എനിക്ക് കൊല്ലാമെന്ന്. എന്നെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ വേണം. അറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പട്ടി. അറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പട്ടി. ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കുട്ടപ്പട്ടി.